ഹരേ കൃഷ്ണ, ജയശ്രീ, രാധേ രാധേ. എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈഷ്ണവ സുദർശനത്തിലെ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ തിരുനാമങ്ങൾ അമ്മയുടെ അവതാരപ്പിറവി മുതൽ ഓരോ ദിവസങ്ങളിലായിട്ട് ചൊല്ലി 108 പ്രാവശ്യം അഷ്ടോത്തരങ്ങളായിട്ട് ജപിച്ച് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ 108 ദിവസങ്ങളിലും അമ്മയുടെ പാദസേവ ചെയ്യുന്നത്, അമ്മയുടെ തിരുനാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാം അമ്മ നൽകി അനുഗ്രഹിക്കുന്നതാണ്. അത്ര വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഈ 108 ദിവസങ്ങളും. ഇത് ഓരോ ദിവസത്തെയും ഉപാസനയിൽ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ ആദ്യം തന്നെ നാം ഈ ജപത്തിലേക്ക് കടന്നാൽ പുതിയതായിട്ട് കേൾക്കുന്ന ഭക്ത മനസ്സുകൾക്ക് ഇതെന്താണ് എന്ന് മനസ്സിലാവുകയില്ല. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറയുന്നത്. എല്ലാ ദിവസവും കേൾക്കുന്ന ധാരാളം ഭക്തജനങ്ങൾ നമ്മുടെ വൈഷ്ണവ സുദർശനത്തിലുണ്ട്. ഒരു പക്ഷേ അവർക്കതൊരു വിരസതയായിട്ട് തോന്നാം. അവരെന്നോട് ക്ഷമിക്കണം. കാരണം പുതിയതായിട്ട് കേൾക്കുന്ന ഭക്ത മനസ്സുകൾക്ക് അത് ഇതെന്താണെന്നൊരു പിടികിട്ടാതെ വരരുത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ 108 ദിവസം അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാൽ, മഹാലക്ഷ്മി ദേവിയെ അമ്മയുടെ തിരുനാമം ജപിച്ച് ഉപാസിച്ചു കഴിഞ്ഞാൽ സകലവിധ സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉണ്ടാവും. സമൃദ്ധിയുടെ പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ് അമ്മ മഹാലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. ഇത് ഒരു ദിവസത്തിൽ എപ്പോഴാണോ നമുക്ക് കേൾക്കാനായിട്ട് സമയം കിട്ടുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഈ നാമം കേൾക്കാം എന്നുള്ളതാണ്. ലഘുവായ കാര്യം ഒന്ന് കേട്ടാൽ മതി. ഭഗവതി അമ്മയുടെ തിരുനാമം ഭക്തിയോടുകൂടി ഒന്ന് കേൾക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കുക. ഇനി ജപിക്കാനുള്ള സമയമുള്ളവരാണെങ്കിൽ അമ്മയുടെ തിരുനാമം അമ്മയുടെ ചിത്രമൊക്കെ വെച്ചിട്ട് ഒരു തുളസിപ്പൂവോ അല്ലെങ്കിൽ ഒരു ചെമ്പരത്തിപ്പൂവോ ഒക്കെ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് ഒരു നിലവിളക്കൊക്കെ കൊളുത്തി, ഒരു നെയ്വിളക്കായിട്ട് കൊളുത്താൻ കഴിയുന്നവർ അങ്ങനെയൊക്കെ കൊളുത്തി കഴിഞ്ഞാൽ തീർച്ചയായും വളരെ പെട്ടെന്ന് തന്നെ 41 ദിവസത്തെ ഉപാസന കൊണ്ട് തന്നെ വളരെ വലിയ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 41 ദിവസം തുടർച്ചയായി അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, വിശ്വാസത്തോടുകൂടി, അതാണ് ഏറ്റവും പ്രധാനം. ഭക്തി, ശ്രദ്ധ, വിശ്വാസം, ഈ മൂന്നും ഒത്തുചേരുന്ന സമയത്ത് നാം എന്താണോ വിചാരിക്കുന്നത് ആ ഒരു സങ്കല്പത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ്. മാത്രമല്ല ഈ കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന്, അച്ഛനും അമ്മയും മക്കളും അപ്പൂപ്പനും അമ്മുമ്മയും ഒക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ ജപം കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു കുടുംബ ഐശ്വര്യം, കുടുംബത്തിൽ എല്ലാവരും തമ്മിൽ ഒരു സ്വരച്ചേർച്ച, ഒരു സന്തോഷം, സമാധാനം കൂടുമ്പോൾ ഇമ്പമുള്ളതാകുന്നതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂടുന്ന സമയത്ത് കുരുക്ഷേത്ര ഭൂമി ആവാതിരിക്കാൻ നമ്മുടെ വീടുകൾ, നമ്മുടെ നാമജപങ്ങൾ എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. കാരണം നമ്മുടെ ഓരോ ചിത്തവൃത്തികളുമാണ് ഓരോരോ പുതിയ പുതിയ കർമ്മങ്ങളായി തീരുന്നത്. അപ്പോൾ ഈ ചിത്തവൃത്തി നിരോധനത്തിന് പരിപൂർണമാക്കാനായിട്ട് ഒരു സാധകൻ നാമജപം അനുഷ്ഠിക്കുന്നത്, അതിൻ്റെ തുടക്കമാണ് നാമജപം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാമജപം കേൾക്കുക, ഭഗവാന്റെ നാമങ്ങൾ, തിരുനാമങ്ങൾ കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ അകത്ത് ഒരു ഭാഗത്തിൽ മഹാത്മ്യത്തിൽ ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി ദേവി ചോദിക്കുന്നുണ്ട്, ഭഗവാനെ ഞാൻ ആരെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്? ലക്ഷ്മി ദേവിയല്ല, ഭൂമിദേവി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, ആരൊക്കെയാണോ ഭഗവാന്റെ തിരുനാമജപം കേൾക്കുന്നത് അവരെയൊക്കെ അമ്മ സംരക്ഷിക്കും എന്നുള്ളതാണ്. അപ്പോൾ യമദൂതനോട് പറയുന്നതാണ്, ആരാണോ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത്, ആരൊക്കെയാണോ ഭഗവാന്റെ തിരുനാമജപം കേൾക്കുന്നത് അവരെയൊക്കെ ഞാൻ ഈ ഭൂമിയിൽ രക്ഷിക്കും എന്നുള്ളതാണ് ഭൂമിദേവി പറയുന്നത്. അപ്പം അത്ര മഹാത്മ്യമാണ് തിരുനാമജപത്തിന്. അതുപോലെ ചിത്തവൃത്തി നിരോധനത്തിനും തിരുനാമജപം കേൾക്കുന്നതും തിരുനാമം ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഈ മനസ്സിൻ്റെ ഒരു ചിത്തവൃത്തി, മനസ്സിൻ്റെ വൃത്തിക്കാണ് ചിത്തവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിരോധനത്തിന്, അപ്പോൾ അത് ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും. അപ്പോൾ ഉള്ള് നമ്മുടെ പൊള്ളയായി കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ, ഇപ്പോൾ നമ്മുടെ കാമക്രോധ ലോഭമോ
മോഹമത മാത്സര്യാദികളെല്ലാമായിട്ട് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, ചിത്തം മുഴുവൻ നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് അവിടെ ഇരിക്കാൻ ഭഗവാന് സ്ഥലമില്ല. അപ്പോൾ ആ സ്ഥലം നമുക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്ത് ചെയ്യണം? ചിത്തവൃത്തി നിരോധനം ഉണ്ടാകണം. അപ്പോൾ അതിന് ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, ചിത്തവൃത്തി നിരോധനത്തിന് നമുക്ക് പ്രാഥമികമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ നാമജപം കേൾക്കുക, അല്ലെങ്കിൽ നാമം ജപിക്കുക എന്നുള്ള വളരെ മഹത്തരമായിട്ടുള്ള, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കർമ്മം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഷ്ടാംഗമാർഗങ്ങൾ അനുഷ്ഠിക്കുക, അതൊക്കെ വളരെ കൂടിയ തലമാണ്. ഇപ്പം സാധാരണ ഭക്തന്മാർ എന്നുള്ള രീതിയിൽ അഷ്ടാംഗമാർഗങ്ങളായിട്ടുള്ള യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഈ ഒരു തലത്തിലേക്കൊക്കെ ആദ്യം തന്നെ കയറി പോകുന്നതിന് നല്ലത് സാധാരണ രീതിയിൽ ഒരു ഉപാസനാ പദ്ധതിയിൽ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധിയൊക്കെ ശീലിക്കുന്നത് പടിപടിയായിട്ട്. നമ്മൾ ആദ്യം തന്നെ സ്കൂളിൽ ചേരുമ്പോൾ തന്നെ 10ാം ക്ലാസ്സിലേക്കല്ലല്ലോ നമ്മളെ കൊണ്ട് ഇരുത്തുന്നത്. നമ്മൾ LKG UKG ഒക്കെ കഴിഞ്ഞിട്ട്, 1ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നത്, അല്ലേ? അപ്പോൾ ഒരു സാധകൻ എന്നുള്ള രീതിയിൽ ആദ്യം ഭഗവത് ഉപാസന ചെയ്യുന്നത് ആദ്യം തിരുനാമ ജപത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ തിരുനാമജപം കേൾക്കുന്നതിലൂടെ തന്നെയാണ് ഈ ഉപാസനാ പദ്ധതി ആരംഭിക്കുന്നത്. ആ ഒരു ജപം അല്ലെങ്കിൽ ആ ഒരു നാമം എന്ന് പറയുന്നത് അമ്മയുടെ ആ ഒരു സൂക്ഷ്മ ശരീരമാണ്. അപ്പോൾ ആ ഒരു സൂക്ഷ്മ ശരീരത്തിലേക്ക്, അമ്മയുടെ ശരീരത്തിലേക്ക് നാം പ്രവേശിക്കുന്നതാണ് ഓരോ നാമജപം എന്ന് പറയുന്നത്. ഓരോ തിരുനാമവും, ഓരോ നാമത്തിനും, ഓരോ അക്ഷരത്തിനും അതിൻ്റേതായിട്ടുള്ള ശക്തിയുണ്ട്. അമ്മയുടെ തിരുനാമ ജപത്തിൻ്റെ ഓരോ അക്ഷരത്തിനും വളരെ 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 ശക്തിയുള്ള തിരുനാമങ്ങളാണ് അമ്മയുടെ ഓരോ തിരുനാമങ്ങളും. ഇത് കൃത്യമായിട്ട് ഈ 108 ദിവസവും ഉപാസിച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഉപാസനാ പദ്ധതിയിൽ 108 ദിവസങ്ങളിലും എല്ലാവരും പങ്കെടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഉപാസന ചെയ്യുന്ന എല്ലാവരുടെയും എല്ലാവിധ ദുഃഖങ്ങളും മാറി ജീവിതം സമൃദ്ധമാവുന്നതാണ്. ഇന്നത്തെ ജപം ആരംഭിക്കുകയാണ്. എല്ലാവരും ഭക്തിപൂർവം അമ്മയുടെ ഈ തിരുനാമം കേട്ട് ഭഗവത് ഉപാസനയിൽ പങ്കെടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജപം ആരംഭിക്കുകയാണ്. ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമഃ. 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 ഇന്നത്തെ അമ്മയുടെ തിരുനാമം എന്ന് പറയുന്നത് ഓം പത്മോദ്ഭവായേ നമഃ എന്നുള്ള തിരുനാമമാണ് ജപിക്കുന്നത്. ഓം പത്മോദ്ഭവായേ നമഃ. 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 ഓം പത്മോദ്ഭവായേ നമഃ.
ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. ഓം പത്മോദ്ഭവായൈ നമഃ. എല്ലാ ഭക്തമനസ്സുകൾക്കും എല്ലാവിധ നന്മകളും അനുഗ്രഹവും സമൃദ്ധിയും അമ്മ മഹാലക്ഷ്മി ദേവി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.